നമുക്ക് കോട്ടയം മണർകാട് വരെ പോകാം. അവിടെ 4 മണിക്കാറ്റേറ്റിരുന്ന് പണ്ട് വല്യമ്മച്ചി ഉണ്ടാക്കി തന്ന ഓട്ടടയും കൊഴുക്കട്ടയും കാച്ചിലും കഴിക്കാം. ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കിലോമീറ്ററുകൾ താണ്ടി ഇപ്പോൾ 4 മണിക്കാറ്റെന്ന വഴിയോര വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തുന്നു. കേരളത്തിലെ നാട്ടുരുചികളുടെ പറുദീസയാണ് 4 മണിക്കാറ്റ്. കാച്ചിൽ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും, കപ്പയുടെ വ്യത്യസ്ത രുചിഭേദങ്ങൾ, നാനാജാതി നാടൻ അച്ചാർ രസക്കൂട്ടുകൾ, 8 കൂട്ടം സാധനങ്ങൾ ചേർന്ന ധനുമാസത്തിന്റെ സ്വന്തം തിരുവാതിരപ്പുഴുക്ക് പരമ്പരാഗത തനിമയോടെ കിട്ടുന്ന ഏക സ്ഥലം. കാച്ചില്, ചേന, വൻപയർ, കൂർക്ക, ഏത്തക്ക, ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് സാധാരണ നമ്മൾ പുഴുക്കുണ്ടാക്കുമ്പം ഇങ്ങനെ വെച്ചിട്ട് ഊറ്റിക്കളയുന്ന പോലെ ഇത് കളയാറില്ല. ഇത് അതിനൊരു പാകത്തിനുള്ള വെള്ളത്തിൽ വെച്ച് ആവി വെച്ച് വേവിച്ചിട്ട് അരപ്പ് ചേർത്ത് ഇളക്കി അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കുക. തിരുവാതിരയെന്നും പുഴുക്കെന്നും കേട്ടിട്ടില്ലാത്ത യൂട്യൂബ് കുട്ടപ്പന്മാർക്ക് പുച്ഛമായിരുന്നു ആദ്യം. പക്ഷേ ഒന്ന് രുചിച്ചപ്പോൾ കഥ മാറി. ആദ്യം വന്നിട്ട് ഇത് കണ്ടു കഴിയുമ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിയുമ്പോൾ തിരുവാതിരപ്പുഴുക്കെന്ന് പറയും, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും. അപ്പോൾ വേറെ ആരെങ്കിലും കഴിച്ചിട്ട് പറയും, ഓ ഇത് നല്ല സാധനമാണെന്ന് പറയും. അപ്പോൾ ചേച്ചി ഒരു ശകലം ടേസ്റ്റ് ചെയ്യാനെന്ന് തരാൻ പറയും. അങ്ങനെ ടേസ്റ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ അവർ ഇവിടെ വെച്ച് കഴിക്കും. പിന്നെ പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകും വീട്ടിലുള്ളവർക്ക്. കോട്ടയത്തിന്റെ കുമ്പിളപ്പം, പഴം, ചക്ക, പഴുത്ത മത്തങ്ങ എന്നീ 3 വേരിയന്റുകളിൽ ഇവിടെ കിട്ടും. പലതരം വടകൾ, സുഖിയൻ, മുളക് കായ ബജികൾ, അവലൂസുണ്ട, ഇങ്ങനെ നാട്ടിൽ കിട്ടാത്ത 4 മണി പലഹാരങ്ങളുടെ ഘോഷയാത്ര. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി കിടന്ന സ്ഥലമായിരുന്നു ഇത്. നാട്ടുകാർ മനസ്സ് വെച്ചതോടെ വന്നതാണ് ഈ മാറ്റം. ആൾത്താമസമില്ലാത്തൊരു വയലിന്റെ നടുവിലൂടെയുള്ള റോഡ് എന്ന നിലയിൽ മാലിന്യ നിക്ഷേപത്തിനും അതുപോലുള്ള അനാശാസ്യ കാര്യങ്ങൾക്ക് മാത്രമുള്ള ഒരു കേന്ദ്രമായിരുന്നു ഇവിടം. പക്ഷേ നാട്ടുകാരുടെ കൂട്ടായ്മയിലൂടെ ഇവിടം വെട്ടിത്തെളിക്കുകയും ആളുകൾക്ക് വന്നിരിക്കാനും കേരളത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ സ്വന്തം നാട്ടുരുചികൾ ആസ്വദിക്കാനുള്ള ഒരു വേദിയായി ഇവിടെ മാറുകയും ചെയ്തിരിക്കുകയാണ്. വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം, കാന്താരി, കറിവേപ്പില എന്നിവയൊക്കെ ചേർന്ന് വേവിച്ച കപ്പയുടെ കൂടെ പച്ചമുളക്, കാന്താരി, ഉള്ളി, വിനാഗിരിയും ചേർന്ന് ചമ്മന്തിയും കൂടിയാകുമ്പോൾ നളൻ വന്ന് ദക്ഷിണ വെക്കും. തങ്കമ്മച്ചേട്ടത്തിയുടെ കപ്പയും ചേമ്പും വൻപയറും കൂടെയുള്ള കോമ്പിനേഷൻ, അതിൻ്റെ കൂടെയുള്ള ഈ ചമ്മന്തി ഉണ്ടല്ലോ, കാന്താരിയും കൂടി ഇട്ടത്, രുചി അടിപൊളി. ക്യാമറമാൻ ഹരിയുദ്രയ്ക്കൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കോട്ടയം.